എന്നെ ഇവനോട് വളരെ പ്ലീസ് ചെയ്ത് സംസാരിച്ചപ്പോൾ ഇവൻ ചാടി കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്നെ കൂട്ടിയൊരു ചീത്തയും വിളിച്ചിട്ട് ഇരിയടാ തറയിലെന്ന് തറ ഇരിയടാ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴത്തേക്ക് പേടിച്ചു പോയി. അപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു എല്ലാ ഇമോഷണൽ ഇതെല്ലാം അങ്ങ് ഞാൻ അപ്പോഴത്തേക്കും കരഞ്ഞു പോയി. ഞാൻ തറയിലങ്ങ് ഇരുന്നു. തറയിലങ്ങ് ഇരുന്നു. ഈ മലയാളി ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഈ മലയാളി പയ്യനും ഉണ്ട് അതിൻ്റെ അകത്ത്, ഇവനും ഉണ്ട്. അപ്പോൾ എനിക്ക് അന്നേരം മനസ്സിലായി ഇവർക്കൊന്നും ഭാവത്തിന് ഫേസിലൊന്നും ഒരു മാറ്റമില്ല. അപ്പോൾ ഇത് സ്ഥിരം അവിടെ നടക്കുന്നത്, ഇങ്ങനെയുള്ള ത്രെറ്റനിങ് അവിടെ നടക്കുന്നു എന്നുള്ളത് അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. എന്നിട്ട് ഇവൻ എന്നോട് ഇത്രയും പെട്ടെന്ന് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നിനക്കറിയാമോ ഈ കോടതി, സുപ്രീം കോടതി തന്നെ എന്തോ ചെയ്യാനാ, ഇങ്ങനെയാണ് ഹൈക്കോടതി ഞങ്ങൾ എന്ത് ചെയ്യാനാ, നമ്മൾ പറയുന്നതിന് അപ്പുറത്ത് അങ്ങനെയുള്ള ഇതൊന്നും വെറുതെ ഞാൻ പറയുന്നതല്ലേ, ഇതൊന്നും പറയാണ്ടാന്ന് വിചാരിച്ച് നമ്മളിതെല്ലാം എങ്ങനെയെങ്കിലും ഇത് പ്രശ്നം തീരട്ടെന്ന് വിചാരിച്ചിട്ടങ്ങ് ഒതുക്കി തീർക്കാന്നുള്ള രീതിയിൽ. കാരണം എൻ്റെ ഫാമിലി, എൻ്റെ പപ്പ മമ്മി ഇവരെല്ലാം ഒത്തിരി അനുഭവിച്ചതാണ്. കുറേ അനുഭവിച്ച് നമ്മൾ പിന്നെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇവന്മാരിങ്ങനെ വീണ്ടും തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ദൈവം ഈ രാജ്യത്ത് ഇത്രയും വലിയ ഒരു ഓർഗനൈസേഷൻ, കള്ളപ്പണം പിടിക്കാൻ വെച്ചിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ, അവന്മാർ തന്നെ ഏറ്റവും വലിയ കള്ളന്മാരാണെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പിന്നെ ആരോട് പോയി പറയും? സുപ്രീം കോടതി വരെ നമ്മളൊരു ഇതിന് പോയിട്ട് പോലും നമുക്ക് അതിനൊരു ഇത് കിട്ടിയില്ല. ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി എനിക്കെതിരെ രംഗത്ത് വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഇല്ല ഭീഷണിയായിട്ടൊന്നും എനിക്ക് അങ്ങനെ ഒന്നും. ഞാൻ പിന്നെ എനിക്ക് ഈ അൺനോൺ നമ്പേഴ്സ് ഒന്നും ഇപ്പോൾ എടുക്കാറില്ല. ആരൊക്കെ എങ്ങനെയൊക്കെയാണ് വിളിക്കുന്നതെന്ന് കൂടാതെ താങ്കൾ ഈ ഇ ഡി കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞു, അതിനുശേഷം കൂടുതൽ ആളുകൾ താങ്കളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടോ ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടതായി അല്ലെങ്കിൽ ഇത്തരത്തിൽ? അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് ഫോണൊന്നും എടുക്കാറില്ല. അത് ആരൊക്കെയാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ രാത്രി തന്നെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് രാവിലെ ഓൺ ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് തിരിച്ച് തൂത്തുക്കുടി ബിസിനസ്സുപരമായിട്ട് തൂത്തുക്കുടി ചെല്ലേണ്ട ആവശ്യം കിടക്കുന്നത്. എന്നിട്ട് അതുപോലെ കളഞ്ഞിട്ട് ഞാനിവിടെ നിൽക്കുക. ഈ കാര്യങ്ങൾ തീർത്തിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഈ 2-3 ഉദ്യോഗസ്ഥർ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് സംഭവിച്ച കാര്യങ്ങളാണോ പിന്നീട് ഈ ഇടനിലക്കാരൻ താങ്കളോട് പറയുന്നത്? അതെ. എന്താ പറഞ്ഞത് ഇടനിലക്കാരൻ? അതായത് ഇപ്പോൾ ഈ ഉണ്ടായ ഇൻസിഡൻ്റ് ഇല്ലേ, അത് കൃത്യമായിട്ട് ഇവ എന്നോട് കറക്റ്റായിട്ട് പിക്ചറൈസ് ചെയ്തു. ഇന്നത് നടന്നില്ലയോ എന്ന്. കാരണം ഇത് ഒന്നുകിൽ പിന്നെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഈ രാധാകൃഷ്ണനോ ശേഖർ ഇവരാരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടല്ലാതെ ഇവരിത് അറിയില്ല. അത് അത്ര കോൺഫിഡൻസ്. അല്ലെങ്കിൽ എൻ്റെ വൈഫോ എൻ്റെ പപ്പയോ എൻ്റെ മമ്മിയോ എൻ്റെ അഡ്വക്കേറ്റോ പറയണം. അത് ഇവരോടാണ് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തത്. അവരാരും പറയുന്നത് ഇവനിതെങ്ങനെ അറിഞ്ഞു? അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് നടന്ന, ഇതിൻ്റെ അകത്തുള്ള ക്യാബിൻ്റെ അതിൻ്റെ അകത്തുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതെല്ലാം ഇവനറിയാം. ഇവനതിൻ്റെ അകത്ത് കയറാതെ അവൻ അതൊന്നും പിടികിട്ടില്ലല്ലോ. എന്തോ എത്രയും പെട്ടെന്ന് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യണം. എനിക്ക് പിന്നെ ടാൻസാനിയയിൽ എനിക്ക് വേറെ ആരും ബിനാമിയുണ്ട്. ഈ പറഞ്ഞ 150 കോടി രൂപയോളം ഞാൻ അവിടെ വേറെ ആരുടെയോ പേരിലിട്ട് കളിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അയാളുടെ സംസാരം. അപ്പോൾ എത്ര രൂപ തട്ടിയെടുത്തിട്ടുണ്ട്? ആര്? 2 ലക്ഷം രൂപ ഞാൻ ബ്രൈബ് അതിന് വേണ്ടി കൊടുത്തു. പിന്നെ 50,000 നമ്മൾ അക്കൗണ്ടിൽ കൊടുത്തു. അല്ല, വേറെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കിപ്പം പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടില്ല. ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ സമീപിക്കുന്നത് എന്ന് തന്നെ ഇവർ പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അല്ലാതെ അവർ പറയുന്നില്ല. അവരെന്താ പറഞ്ഞത്? അങ്ങനെ അവിടുന്ന് ഉള്ള ഇൻഫർമേഷൻ അനുസരിച്ചാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷനൊക്കെ ഇപ്പോഴാണല്ലോ അറിയുന്നത്. രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആൾ പാസ് ചെയ്തിട്ടാണ് ഇതൊക്കെ അറിയില്ല എന്നുള്ള കാര്യം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് താങ്കൾ ബാക്കി തുക കൊടുത്ത് സെറ്റിൽ ചെയ്യാമെന്ന് തീരുമാനിക്കാതിരുന്നത്? എങ്ങനെ? ആദ്യം പൈസ കൊടുത്തല്ലോ? ഇല്ലില്ല, ഞാൻ ഒരു പൈസ ആദ്യം കൊടുത്തില്ല. 50,000 രൂപ കൊടുത്തില്ല. അതില്ല, ഇത് വിജിലൻസിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം കൊടുത്തതാണ്.